ഹലോ നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ സംസാരിക്കുന്നത് റിയാക്റ്റും ഫയർബേസും ഉപയോഗിച്ച് ടിക്ടോക്ക് ക്ലോൺ ചെയ്യുന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ദിവസങ്ങൾ ബ്രേക്കായി. അപ്പോൾ ഇതുവരെ നിങ്ങൾ ഇത്രയും നമ്മൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്കെന്ത് ചെയ്യാം, ഇതുവരെ ചെയ്തതിൽ നിന്നും തുടർന്ന് നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നമുക്കിതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പ്രധാനമായിട്ടും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നമുക്കിതിൻ്റെ ഈ സൈഡ് ബാറിൽ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ലൈക്ക്, ഷെയർ, അതേപോലെ തന്നെ കമൻറ്റ്, ഇങ്ങനെയുള്ള കുറച്ച് ഐക്കൺസും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കുറച്ച് ബ്രേക്ക് എടുത്തതുകൊണ്ട് തന്നെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മുഴുവനായിട്ടും, അതായത് എല്ലാ കാര്യങ്ങളും നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല. ജസ്റ്റ് ആ ഐക്കൺസുകൾ ഇൻസേർട്ട് ചെയ്ത് അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിതിലേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത്, അതെങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ ചെയ്യാം. ആദ്യം തന്നെ നമുക്കിതിലേക്കൊരു പുതിയൊരു സ്ലൈഡ് നമുക്കിതിലേക്ക്, അതായത് പുതിയൊരു ഒരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. അതായത് സൈഡ് ബാർ നമുക്കിതിവിടേക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമ്പോണൻറ്റ് നമുക്കിവിടെ വന്ന് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഇതിനെ അതായത് ഇവിടെ വന്ന് ന്യൂ ഫയലിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് പുതിയൊരു കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ ന്യൂ എന്നുള്ള ഫയൽ ക്രിയേറ്റ് ചെയ്തു. ഈ കമ്പോണൻ്റെ പേരായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് വീഡിയോ സൈഡ് ബാർ എന്നുള്ള പേരാണ് കൊടുക്കുന്നത്. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ എക്സ്റ്റൻഷൻ ഞാനിവിടെ വന്ന് JS എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇപ്പോൾ അത് ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ വീഡിയോ സൈഡ് ബാർ ക്രിയേറ്റ് ചെയ്തതിൻ്റെ കൂടെ തന്നെ നമുക്കിതിലേക്ക് CSS കാര്യങ്ങളൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാൻ, അതായത് ഇതിൻ്റെ CSS അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കാൻ ഇതിലേക്കൊരു CSS ഫയൽ കൂടി ഇതിൻ്റെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ CSSൻ്റെ ഫയൽ ഞാനിവിടെ വന്ന് വീഡിയോ സൈഡ് ബാർ .css എന്ന് ചേർത്ത് കൊടുത്തു. ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന RFCE യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആ കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും നമുക്കിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇമ്പോർട്ട് ചെയ്യുക. RFC എന്ന് ടൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് എൻ്റർ അടിക്കുമ്പോൾ നമുക്കിതിലൊരു ഫങ്ഷണൽ കമ്പോണൻറ്റ് ക്രിയേറ്റ് ചെയ്ത് വരും. ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണ് ചെയ്യണത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഈ വീഡിയോ സൈഡ് ബാർ എന്നുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതുമായിട്ടൊന്ന് കണക്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ വന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഇമ്പോർട്ട് എന്ന് ചേർത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ആ വീഡിയോ സൈഡ് ബാറിൻ്റെ പേരെന്താണോ അത് നമുക്കിവിടെ ചേർത്ത് കൊടുക്കുക. ആ JS ഫയലിൻ്റെ പേര് നമ്മളിവിടെ ഒന്ന് ചേർത്ത് കൊടുത്തു, സൈഡ് ബാർ .js. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, നമ്മൾ ഈ വീഡിയോ .jsൽ ഈ വീഡിയോ ഫൂട്ടർ എന്നുള്ളതിൻ്റെ ഭാഗത്ത് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ആ വീഡിയോ സൈഡ് ബാർ എന്നുള്ളതിനെ നമുക്കിവിടേക്ക് ഇമ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ വന്ന് കൺട്രോൾ സ്പേസ് അടിച്ചിട്ട് ഞാൻ ഇമ്പോർട്ട് ചെയ്യുന്നത് ഓട്ടോമാറ്റിക്കായിട്ട് എല്ലാം നമുക്കിതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രൂപത്തിൽ ഇൻസേർട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് റൺ ചെയ്യിപ്പിച്ച് നോക്കാം. എന്താണ് സ്ക്രീനിൽ നമുക്ക് ഔട്ട്പുട്ട് വരുന്നതെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് റണ്ണായിട്ടുണ്ട്. നമുക്കിവിടെ വന്ന ടെക്സ്റ്റ് ഇവിടെ ഡിസ്പ്ലേ ആയിട്ടില്ല. നമുക്കതിൻ്റെ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് സെറ്റ് ചെയ്തിട്ട് ആ ടെക്സ്റ്റ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരണം. ഇപ്പോൾ നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീഡിയോ സൈഡ് ബാർ. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം ഈ വീഡിയോ സൈഡ് ബാറിൻ്റെ ഉള്ളിലുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്കിവിടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ വന്നു ഈ ഡിവിന് നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ഡിവിന് നമുക്കൊരു ക്ലാസ് നെയിം കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ ക്ലാസ് നെയിമായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് വീഡിയോ സൈഡ് ബാർ എന്നുള്ള ക്ലാസ് നെയിം തന്നെയാണ് ഞാനിതിന് ചേർത്ത് കൊടുക്കുന്നത്. വീഡിയോ സൈഡ് ബാർ എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇതിൻ്റെ ഉള്ളിലുള്ള ഈ ടെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് സെൻറ്ററിലേക്ക് ആക്കി കൊടുക്കാം. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതിനൊരു CSS കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഈ ക്രിയേറ്റ് ചെയ്ത വീഡിയോ സൈഡ് ബാർ എന്നുള്ള ആ ഭാഗത്തിന് നമുക്കൊരു CSS കൂടി ആഡ് ചെയ്യാം. അപ്പോൾ ആ ക്ലാസ് നെയിം എന്താണോ അത് ആദ്യം നമ്മളിവിടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ പൊസിഷൻ എന്നുള്ളത് അബ്സല്യൂട്ട് ആക്കി കൊടുത്തു. അതായത് പേജിൻ്റെ പാരൻറ്റ് തൊട്ടിട്ട് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് പൊസിഷൻ എന്നുള്ളത് അബ്സല്യൂട്ട് ആക്കി കൊടുത്തത്. അതേപോലെ ടോപ്പ് എന്നുള്ളത് ഞാൻ 50% ചേർത്ത് കൊടുത്തു. അതേപോലെ റൈറ്റ് എന്നുള്ളത് ഞാൻ എന്ത് ചെയ്തു, ഒരു 10%, 10 പിക്സൽ റൈറ്റ് ഞാനിവിടെ ചേർത്ത് കൊടുത്തു. അതേപോലെ ഇതിൻ്റെ കളർ എന്നുള്ളത് ഞാനിവിടെ വന്ന് എന്ത് ചെയ്തു, വൈറ്റ് എന്ന് ചേർത്ത് കൊടുത്തു.
ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഇത് റൺ ചെയ്യിപ്പിച്ച് നോക്കാം എന്തെങ്കിലും ആൻസർ ഇവിടെ കിട്ടുന്നുണ്ടോ എന്ന്. അപ്പോൾ ഇവിടെ കൊടുത്തത് കറക്റ്റാണ്. നമ്മൾ ആ കൊടുത്ത ടെക്സ്റ്റ് നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്, വീഡിയോ സൈഡ് ബാർ എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഈ രൂപത്തിലുള്ളൊരു ടെക്സ്റ്റ് അല്ല വേണ്ടത്. നമുക്കിതിലേക്ക് എന്ത് ചെയ്യണം, കുറച്ച് ഐക്കൺസുകളൊക്കെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഏതൊക്കെ ഐക്കൺസ് ആണോ വേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ മെറ്റീരിയൽ UI ഐക്കൺസ് വെച്ചിട്ടാണ് ഇതിലേക്ക് ഐക്കൺസ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിവിടെ വന്ന് MUI ഐക്കൺ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അത് ഓപ്പൺ ചെയ്ത് വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ, അവിടെ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇതിൽ പോയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഐക്കൺസ് ഏതൊക്കെയാണോ വേണ്ടത് അത് സെർച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഫസ്റ്റ് സെർച്ച് റിസൾട്ടിന് തന്നെ പോയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഐക്കൺസുകളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഏത് ഐക്കണാണോ വേണ്ടത് അത് നിങ്ങൾക്ക് ഇവിടെ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. ആദ്യം തന്നെ ഞാനിവിടെ വന്ന് ഫേവറേറ്റ് ഐക്കണാണ് സെർച്ച് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഫേവറേറ്റ് എന്നുള്ളത് സെർച്ച് ചെയ്തു. അപ്പോൾ നമുക്ക് ആ ഫസ്റ്റ് തന്നെ ഐക്കണിൻ്റെ പേര് ഇവിടെ കാണിച്ചിരുന്നുണ്ട്. ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കൊരു പോപ്പ് ബോക്സിൽ അതിൻ്റെ അത് കിട്ടും. അതിലൊന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കോപ്പി ചെയ്യാം. എന്നിട്ട് ഈ വീഡിയോ സൈഡ് ബാർ എന്നതിൻ്റെ മുകളിൽ നമുക്ക് എന്ത് ചെയ്യാം, ആ ക്ലാസ്സിൽ നമുക്ക് ആ പാക്കേജ് നമുക്ക് ആ കമ്പോണൻറ്റ് നമുക്കൊന്ന് ഇമ്പോർട്ട് ചെയ്യാം. അതേപോലെ തന്നെ ഇത് ക്ലോസ് ചെയ്തതിന് ശേഷം നമുക്കിതിലെ രണ്ടാമത്തത് കൂടി സെർച്ച് ചെയ്യാം. ഒന്ന് റീലോഡ് ചെയ്യാം. മേ ബി നിങ്ങൾക്ക് ഓപ്പൺ ആയി വന്നില്ലെങ്കിൽ ഒന്ന് റീലോഡ് ചെയ്യാം. എന്നിട്ട് വീണ്ടും ഇവിടെ വന്ന് ഫേവറേറ്റ് ബോർഡർ, അതായത് ഇപ്പോൾ നമ്മൾ ചെയ്തത് ബോർഡർ ഇല്ലാത്തതാണ്. ഇനി ബോർഡർ വരുന്നത് നമുക്കൊന്ന് സെലക്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് ഞാനിവിടെ വന്ന് കോപ്പി ചെയ്തു. അത് ഞാൻ എന്ത് ചെയ്തു, ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു മെസ്സേജ് ഐക്കണാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, മെസ്സേജ് ഐക്കൺ ഇവിടെ നിന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഓക്കെ, ഒന്ന് ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് മെസ്സേജ് ഐക്കൺ ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ മെസ്സേജ് ഐക്കണൊന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഇവിടെ വന്ന് മെസ്സേജ് എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ വന്ന് മെസ്സേജ് ക്ലിക്ക് ചെയ്ത് അതും കോപ്പി ചെയ്ത് നമ്മളിവിടെ വന്ന് പേസ്റ്റ് ചെയ്തു. അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഷെയർ ഐക്കണാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇത് ക്ലോസ് ചെയ്ത് ഒന്നും കൂടി റീലോഡ് ചെയ്തിട്ട് ഷെയർ ഐക്കൺ കൂടി നമുക്ക് ഇവിടുന്ന് സെർച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ വന്ന് ജസ്റ്റ് ഷെയർ ഐക്കണും കൂടി ഒന്ന് സെർച്ച് ചെയ്യുന്നുണ്ട്. ഷെയർ, ഓക്കെ, ഇവിടെ കാണിച്ചു തരുന്നുണ്ട്. നമുക്കിതാണ് ചൂസ് ചെയ്യേണ്ടത്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇതൊന്നും നമുക്കിവിടെ നിന്ന് കോപ്പി ചെയ്യാം. അപ്പോൾ ഇത്രയും ഐക്കൺസാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ വേണ്ട ഐക്കൺസുകളൊക്കെ നമ്മളിവിടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഈ വീഡിയോ സൈഡ് ബാർന്ന് ഒഴിവാക്കിയിട്ട് നമ്മൾ ആ കൊടുത്ത ഐക്കൺസുകളൊക്കെ നമുക്കിവിടെ ഇമ്പോർട്ട് ചെയ്യാം. ആദ്യം തന്നെ ഞാനിവിടെ വന്ന് ഫേവറേറ്റ് ഐക്കണാണ് ഇവിടെ ഇമ്പോർട്ട് ചെയ്യുന്നത്. ബോർഡർ ഇല്ലാത്ത ഫേവറേറ്റ് ഐക്കണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തു, ഫേവറേറ്റ് ഐക്കണ്. അതിനുശേഷം ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് മെസ്സേജ് ഐക്കണാണ്. അപ്പോൾ ഇവിടെ വന്ന് ജസ്റ്റ് മെസ്സേജ് ഐക്കൺ എന്നുള്ളതും കൂടി ഞാനിവിടുന്ന് സെർച്ച് ചെയ്തെടുത്തു. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഷെയർ ഐക്കണാണ്. അപ്പോൾ അതും നമ്മളിവിടെ ചേർത്ത് കൊടുത്തു. ഓക്കെ, ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിതൊന്നും കൂടി സേവ് ചെയ്യാം. എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതിൽ ഒന്ന് ഫേവറേറ്റ് ബോർഡർ ഐക്കൺ യൂസ് ചെയ്യാത്തതുകൊണ്ട് ഇവിടെ ഒരു വാർണിംഗ് വരുന്നുണ്ട്. അതിപ്പോൾ നമ്മൾ മെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്കിതിലേക്ക് വന്നിട്ട് എന്തെങ്കിലും മാറ്റം ഇതിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ആ 3 ഐക്കൺസ് ഇവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മൾ ആ കൊടുത്ത 3 ഐക്കൺസും ഇവിടെ വന്ന് ഡിസ്പ്ലേ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടി ഇവിടെ നിന്ന് ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് പാരഗ്രാഫ് ടാഗ് വെച്ചിട്ട് ഓരോന്നിലും എത്രത്തോളം കമൻ്റ് ഉണ്ട്, അതേപോലെ ലൈക്ക് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനൊപ്പം ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ വന്ന് പാരഗ്രാഫ് ടാഗാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ജസ്റ്റ് എന്ന് ചേർത്ത് കൊടുത്തു. ഓക്കെ, നമ്മൾ ഷെയർ എന്നുള്ളത് ലൈക്ക് എന്നുള്ളത് നമ്മളൊരു 102K ലൈക്ക് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ മെസ്സേജ് എന്നുള്ളത് നമ്മളിവിടെ വന്ന് മെസ്സേജ് ഒരു 90K മെസ്സേജ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ ഷെയർ എന്നുള്ളത് നമ്മളിവിടെ വന്നൊരു 50K ഷെയറും ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്.
ഇത്രയും ചെയ്തതിന് ശേഷം നമുക്കിത് ഒന്നും കൂടി സേവ് ചെയ്തിട്ട് നോക്കാം എന്താണ് ഇതിൽ മാറ്റം വരുന്നത് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ആ കൊടുത്ത ആ എത്ര കെ ലൈക്ക് ഉണ്ടെന്നും അതേപോലെ തന്നെ എത്ര കെ ഷെയർ ഉണ്ടെന്നും അതേപോലെ എത്ര കെ മെസ്സേജ് ഉണ്ടെന്നും നമുക്കിവിടെ ഡിസ്പ്ലേ ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഇവിടെ പറഞ്ഞത് ഈ വീഡിയോൻ്റെ സൈഡ് ബാറിലേക്ക് ആവശ്യമുള്ള ലൈക്ക്, ഷെയർ, അതേപോലെ കമൻറ്റ്, ആ ബട്ടൺ എങ്ങനെ ആഡ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമുക്കിതിനെ തുടർന്ന് വരുന്ന ഭാഗങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ സംസാരിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ ജസ്റ്റ് സംസാരിച്ചത് ഇവിടേക്ക് എങ്ങനെ ആ വീഡിയോ സൈഡ് ബാർ ആഡ് ചെയ്യാമെന്നും അതിലേക്ക് എങ്ങനെ ഡീറ്റെയിൽസുകളൊക്കെ നമ്മൾ ചേർത്ത് കൊടുക്കാം എന്നതിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും വീഡിയോയെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ടോ അതല്ലെങ്കിൽ കൂടുതലായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോൻ്റെ തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് വീണ്ടും കാണാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം.